ആരാണ് ഷമാശനെന്ന് മാർത്തോമാ സഭ ഭരണഘടന 12-ാം വകുപ്പ് വിവക്ഷിക്കുന്നുണ്ട്. ലോകത്തിൽ സേവനത്തിനു വേണ്ടി വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ദൈവജനത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രതീകമാണ് ഷമാശ സ്ഥാനം. യേശുക്രിസ്തു നിറവേറ്റിയ വിവിധ ശുശ്രൂഷകളിലാണ് ഈ സ്ഥാനത്തിൻ്റെ പൊരുൾ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ താരതമ്യേന ഹ്രസ്വകാലത്തേക്ക് സഭയിൽ നൽകപ്പെടുന്ന ഈ ശുശ്രൂഷാ സ്ഥാനത്തിന് ആഴമായ അർത്ഥവും സാങ്കത്യവും ഉണ്ട്. ശ്രേണീബദ്ധമായ പട്ടത്ത സ്ഥാനം കാഴ്ചയിലും ഉത്തരവാദിത്തങ്ങളിലും വ്യത്യസ്തമാണെങ്കിലും ആത്യന്തികമായി എല്ലാം ഷമാശ ശുശ്രൂഷയുടെ വിവിധ മാനങ്ങളാണ് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. പട്ടത്ത ശുശ്രൂഷയുടെ ആദ്യ പടിയായ ഷമാശ പട്ടം ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല. മറിച്ച് ഈ അടിസ്ഥാനത്തിലാണ് മറ്റെല്ലാ നിയോഗങ്ങളും നൽകപ്പെടുന്നത് എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പോപ്പ് ഫ്രാൻസിസ് താൻ മാർപ്പാപ്പയായി നിയോഗിതനായതിനു ശേഷം ആദ്യമായി തിരഞ്ഞെടുത്ത കർദിനാൾമാർക്ക് ഇപ്രകാരം ഒരു കത്തെഴുതി: നിയോഗസ്ഥാനം ഒരു ഉദ്യോഗ കയറ്റമല്ല, ഇത് ഒരു ബഹുമതിയല്ല, അലങ്കാരവുമല്ല, മറിച്ച് ഇത് വലിയൊരു ശുശ്രൂഷയ്ക്കുള്ള അവസരമാണ്. പുത്തൻ സരണിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങൾ പച്ചയായ മനുഷ്യരാണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അതിനാൽ ജീവിതത്തിലും ശുശ്രൂഷയിലും മനുഷ്യത്വം കാണിക്കുന്ന നല്ല മനുഷ്യരാകുവാൻ ശ്രമിക്കുക. കാരണം നിങ്ങളെ മാതൃകാ പുരുഷന്മാരാക്കുന്ന അനേകം ആളുകൾ നിങ്ങളുടെ ചുറ്റുപാടിലും ഉണ്ട്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായ തിരുവചന ഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ. പുറപ്പാട് 3:11-12. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കും എന്നുള്ളതിന് ഞാൻ നിന്നെ അയച്ചതിന് അടയാളം ആകും എന്ന് അരുളി ചെയ്തു. But Moses said to God, Who am I that I should go to Pharaoh and bring the Israelites out of Egypt? He said, I will be with you, and this shall be the sign for you that it is I who sent you. When you have brought the people out of Egypt, you shall worship God on this mountain. ഇസ്രായേൽ ജനതയുടെ വിശ്വാസ വിമോചന യാത്രയിൽ അവിസ്മരണീയമായ നേതൃത്വം നൽകിയ ഇതിഹാസ നായകനായിരുന്നു മോശ. അത്ഭുതങ്ങളുടെ ആവരണത്തിൽ പൊതിയപ്പെട്ട നിലപാടുകളുടെ നിശ്ചയദാർഢ്യം പുലർത്തിയ ദൈവത്തോട് ചേർന്നു നടന്ന മോശയുടെ അവിസ്മരണീയമായ ചരിത്രമാണ് പുറപ്പാട് അവതരിപ്പിക്കുന്നത്. അത്ഭുതകരമായ അതിജീവനവും കൊട്ടാരത്തിലെ പാർപ്പും പ്രാണരക്ഷാർത്ഥമുള്ള പലായനവും ഉൾക്കൊള്ളുന്ന മോശയുടെ ജീവിതത്തിലെ ആദ്യത്തെ 40 വർഷം ഇന്നലകളുടെ ഗരിമയിൽ മറന്ന് തീർത്തും സാധാരണക്കാരനായി തൻ്റെ അമ്മായിയപ്പനായ ഇത്രോവിൻ്റെ ആടുകളെയും മേയിച്ച് കഴിഞ്ഞ തുടർന്നുള്ള 40 വർഷങ്ങൾ. എന്നാൽ ദൈവത്തെ മുഖാമുഖം കണ്ട് വെല്ലുവിളി നിറഞ്ഞ ദൗത്യം തൻ്റെ പരിമിതികളോടുകൂടെ നിർവഹിച്ച് ഇസ്രായേൽ ജനതയെ മുന്നിൽ നിന്ന് നയിച്ച അവസാന 40 വർഷങ്ങൾ. ഈ 3 കാലഘട്ടവും നമ്മുടെ മുൻപിൽ നിയോഗ സാധ്യതകളുടെ പുതുവഴികളാണ് തുറക്കുന്നത്.
മോശയുടെ വിളിയും നിയോഗവും നമുക്ക് നൽകുന്ന 3 ശുശ്രൂഷ പാഠങ്ങളാണ് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മോശയുടെ വിളിയും നിയോഗവും നമുക്ക് നൽകുന്ന ശുശ്രൂഷ പാഠങ്ങൾ എന്തെല്ലാം? മോസസ് കോൾ ആൻഡ് കമ്മീഷൻ, എ മോഡൽ ഫോർ ക്രിസ്ത്യൻ മിനിസ്ട്രി. 1, സ്വകീയതയിൽ നിന്ന് സ്വർഗീയതയിലേക്കുള്ള വളർച്ചയാണ് പൗരോഹിത്യ ശുശ്രൂഷ. സ്വകീയതയിൽ നിന്ന് സ്വർഗീയതയിലേക്കുള്ള വളർച്ചയാണ് പൗരോഹിത്യ ശുശ്രൂഷ. Priesthood is a journey from the earthly to the heavenly. പുറപ്പാട് 3 കോണ്ടെക്സ്റ്റിൽ മോശ വളരെ സാധാരണയായുള്ള ജോലിയായ ആടിനെ മേയ്ക്കുന്ന ജോലി ചെയ്യുകയാണ്. മോശയുടെ സെൽഫ് കോൺഷ്യസ്നെസ്, സെൽഫ് അഫർമേഷൻ എന്നത് ഐ ആം അൺകോൾഡ് ആൻഡ് അൺനോൺ എന്നതാണ്. അങ്ങനെ സ്വന്തം കാര്യങ്ങളിൽ തളച്ചിടപ്പെട്ട സ്വപ്നങ്ങളുമായി ഒരു ജീവിതം മോശ നയിച്ച് വരികയാണ്. വേണമെങ്കിൽ ഒരു ഈഗോ സെൻട്രിക്, അല്ലെങ്കിൽ ഒരുപാട് തിരക്കുകളുടെ അലച്ചിലിൻ്റെ ജീവിതം എന്ന് പറയാം. അങ്ങനെ സ്വകീയതയിലേക്ക് പരിമിതപ്പെട്ട സ്വപ്നവുമായി മോശ ഇവിടെ ജീവിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് മോശയ്ക്ക് മുൾപ്പടർപ്പിൻ്റെ നടുവിൽ ഒരു ദർശനം ഉണ്ടാകുന്നതും ദൈവത്തോടുള്ള സംവേദനം സാധ്യമാകുന്നതും. ഈ എൻകൗണ്ടറിൽ മോശ പറയുന്നതെല്ലാം തൻ്റെ പരിമിതിയെക്കുറിച്ചാണ്. എന്നാൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ വേദനയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ദൈവം മോശയെ കണ്ടു എന്ന് പറഞ്ഞാൽ തൻ്റെ ഹൃദയ നൊമ്പരങ്ങളെ അവൻ പകർന്നു എന്നാണ് അർത്ഥം. മറിച്ച് മോശ ദൈവത്തെ കണ്ടു എന്നതുകൊണ്ട് ദൈവം കാണുന്ന കാഴ്ചകളെ മോശയെ കാണുവാൻ പ്രാപ്തിപ്പെടുത്തി എന്നും അർത്ഥമുണ്ട്. To see God means to see what God sees. To see God means to see what God sees. മുൾപ്പടർപ്പിൻ്റെ അണയാത്ത തീ കണ്ടുകൊണ്ട് നിൽക്കുവാനല്ല ദൈവം ഇവിടെ മോശയോട് അരുളി ചെയ്യുന്നത്. മറിച്ച് ചില പുതിയ കാഴ്ചപ്പാടുകളിലേക്കും പുതിയ നിയോഗങ്ങളിലേക്കുമുള്ള ക്ഷണമാണ് മോശയ്ക്ക് ദൈവം നൽകുന്നത്. ദൈവം കണ്ട ചില കാഴ്ചകൾ നമ്മുടെ കാഴ്ചയാകുന്നതാണ് നിയോഗം. ദൈവം കണ്ട കാഴ്ച നമ്മുടെ കാഴ്ചയാകുന്നതാണ് നിയോഗം. Not to stick on to some magical presence, but to move with the master. Not to stick on to some magical presence, but to move with the master. ദൈവത്തെ കാണുക എന്നതുകൊണ്ട് ദൈവം കാണുന്നത് പോലെ ലോകത്തെ കാണുക എന്നാണ് അർത്ഥം. സ്വകീയമായ സ്വന്തമായ കാഴ്ചയിൽ നിന്ന് സ്വർഗീയമായ കാഴ്ചയിലേക്ക്, ദൈവം കാണിക്കുന്ന കാഴ്ചയിലേക്ക് ഉയരുവാനുള്ള നിയോഗമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിലൂടെ ലഭ്യമാകുന്നത്. ദൈവം ലോകത്തെ കാണുന്നത് പോലെ എനിക്കും ലോകത്തെ കാണാൻ പറ്റുന്ന കാഴ്ചപ്പാടിൻ്റെ പേരാണ് പൗരോഹിത്യം. ദൈവം ലോകത്തെ കാണുന്നത് പോലെ എനിക്ക് ലോകത്തെ കാണുവാൻ കഴിയുന്ന കാഴ്ചപ്പാടിൻ്റെ പേരാണ് പൗരോഹിത്യം. 5 വർഷം മാത്രം ഈ സഭയിൽ പട്ടത്ത ശുശ്രൂഷ നിർവഹിച്ച് കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ആളാണ് ദിവംഗതനായ എബി തമ്പി നൈനാൻ അച്ഛൻ. എന്നോടൊപ്പം ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ ഒരേ കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയായിരുന്നു പ്രിയപ്പെട്ട അച്ഛൻ. ക്യാൻസറിനെ പുഞ്ചിരിയോടുകൂടെ നേരിട്ട യുവ പട്ടക്കാരൻ. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഹൈറേഞ്ച് മേഖലകളിൽ അച്ഛൻ ശുശ്രൂഷകൾ നിർവഹിച്ചിരുന്നു. വെല്ലൂരിലെ ചികിത്സയുടെ ഇടവേളകളിൽ അച്ഛൻ നാട്ടിലേക്ക് യാത്ര ചെയ്തു വന്നിരുന്നത് സ്വയമായി കാറ് ഡ്രൈവ് ചെയ്തായിരുന്നു.
ഒരിക്കൽ അച്ഛനോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്ര സാഹസം? അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഹൈ റേഞ്ച് വഴി ഒരിക്കൽ കൂടെ യാത്ര ചെയ്യുവാൻ കഴിയുമല്ലോ. ആ യാത്രാമധ്യേ എനിക്ക് എൻ്റെ ഇടവക ജനങ്ങളെ കാണാമല്ലോ. അവരുടെ വേദനയിൽ ഒരിക്കൽ കൂടെ ആയിരിക്കാം അല്ലോ. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം തന്നെ മൃതശരീരവുമായി അവസാനമായി നാട്ടിലേക്ക് ആംബുലൻസ് യാത്ര ചെയ്തു വന്നതും അച്ഛൻ്റെ നിയോഗ സ്ഥലമായിരുന്ന ഹൈ റേഞ്ചിലൂടെയാണ്. സ്വർഗീയ നിയോഗങ്ങൾക്കായി സ്വകീയ നിയോഗങ്ങളെ നഷ്ടപ്പെടുത്തിയ അനേകം ആളുകളുടെ ചരിത്ര വഴികളിലൂടെയാണ് ഞാനും നിങ്ങളും ഈ നാളുകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് മറന്നു പോകരുത്. ദൈവം ലോകത്തെ കാണുന്നത് പോലെ നാമും ലോകത്തെ കാണുവാനുള്ള നിയോഗമാണ് ഈ ശുശ്രൂഷയിലൂടെ ദൈവം തമ്പുരാൻ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. 2, ലാളിത്യങ്ങളിൽ നിന്ന് ജ്വലനങ്ങളിലേക്ക്. ഫ്രം സിംപ്ലിസിറ്റി ടു റേഡിയൻസ്. മുൾപടർപ്പാണ് ഇവിടെ കഥാപാത്രം. അഗ്നിയാൽ ചാമ്പലാകാത്ത മുൾപടർപ്പാണ് മോശയെ ആദ്യം ആകർഷിക്കുന്നത്. മുൾപടർപ്പ് നിസ്സാരതയുടെ ചിഹ്നമാണ്. പ്രത്യേകിച്ച് ഒന്നും മേനി പറയുവാനില്ലാത്ത, ഏത് ചെടിയാണെന്ന് പേരുപോലുമില്ലാത്ത, ഫലമില്ലാത്ത ഒരു കൂട്ടം പാഴ്ചെടികൾ. ലളിതമായ നിസാരമായ ഈ ചെടികളിലാണ് ജ്വലനങ്ങൾക്ക് കാരണമാകുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ മുൾപടർപ്പ് നിസാരമാണെങ്കിലും അഗ്നി അതിനെ ഇല്ലാതെയാക്കുന്നില്ല എന്നതാണ് പ്രധാനം. മറിച്ച് അതൊരു സൂചകമായി നിലനിൽക്കുകയാണ്. നിസാരമായ ചെടിയെ ചാമ്പലാക്കാതെ ഒരു സൂചനയായി ദൈവം തമ്പുരാൻ നിലനിർത്തിയിരിക്കുകയാണ്. ഫയർ നോർമലി ഡിസ്ട്രോയ്സ്, ബട്ട് ഹിയർ ഇറ്റ് റിവീൽസ്. ഇറ്റ് ബേൺസ് കണ്ടിന്യൂസ്ലി വിതൗട്ട് ബീയിങ് കൺസ്യൂംഡ്. ഇറ്റ് ബേൺസ് കണ്ടിന്യൂസ്ലി വിതൗട്ട് ബീയിങ് കൺസ്യൂംഡ്. ചാരമാകുന്നില്ല, ചാമ്പലാകുന്നില്ല, മറിച്ച് ദൈവത്തിലേക്ക് ആളുകളെ അടുപ്പിക്കുന്ന ജ്വലനമായി തീരുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണമാകുമ്പോൾ ഞാൻ എന്ന ഉപകരണം കത്തിച്ചാമ്പലാകുന്നില്ല. എൻ്റെ സ്വത്വം, എൻ്റെ ജാതി, എൻ്റെ ആകാരം ഒന്നിനും മാറ്റമുണ്ടാവുന്നുമില്ല. അത് അങ്ങനെ തന്നെ തന്നെ ജ്വലിക്കുവാൻ കഴിയും എന്നതാണ് പ്രധാനം. ഇത്ര അഭൂതപൂർവമായ അത്ഭുതാവഹമായ ദർശനം നിരന്തരമായി മോശയ്ക്ക് ഉണ്ടാകുമ്പോഴും മോശയുടെ തടിച്ച നാവിന് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. പക്ഷേ തടിച്ച നാവോടുകൂടെ മോശ ദൈവത്തിനായി ജ്വലിക്കുകയാണ്. നാം ആയിരിക്കുന്ന ലളിതമായ അവസ്ഥയിൽ തന്നെ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശന വേദിയാകുവാൻ നമുക്ക് കഴിയും. നാം ആയിരിക്കുന്ന ലളിതമായ അവസ്ഥയിൽ തന്നെ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശന വേദിയാകുവാൻ നമുക്ക് കഴിയും. ലാളിത്യത്തോടെ ദൈവത്തിനു വേണ്ടി ജ്വലിച്ച മഹാരഥന്മാരായ എത്രയോ വൈദികർ നമ്മുടെ മുൻപിൽ മാതൃകയായി നിൽക്കുകയാണ്. ഈ ഇടവാംഗമായിരുന്ന ദിവംഗതനായ VM മാത്തനച്ചനെ കുറിച്ച് 2026 ജൂലൈ മാസം സഭാതാരകയിൽ ഡോക്ടർ മാത്യു ദാനിയേൽ അച്ഛൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ഇപ്രകാരം മാത്യു ദാനിയേൽ അച്ഛൻ എഴുതിയിരിക്കുന്നു: പെരുമ്പാവൂർ ആശ്രമം സ്കൂളിലെ ക്ലാസ് മുറികൾ തന്നെയാണ് അക്കാലത്ത് കുട്ടികൾ കിടപ്പ് മുറിയായി രൂപാന്തരപ്പെടുത്തിയിരുന്നത്. അച്ഛൻ ബോർഡിംഗ് മാസ്റ്റർ ആയിരുന്നപ്പോഴും ഹെഡ് മാസ്റ്റർ ആയിരുന്നപ്പോഴും വരാന്തയിലാണ് കിടന്ന് ഉറങ്ങിയത്. ലാളിത്യത്തിൻ്റെയും ജീവിത വിശുദ്ധിയുടെയും ഉത്തമ മാതൃക. 3, ഉപരി വിപ്ലവതയിൽ നിന്ന് ഉണ്മയിലേക്ക്. ഫ്രം സർഫസ് ടു സബ്സ്റ്റൻസ്.
ഉപരി വിപ്ലവതയിൽ നിന്ന് ഉണ്മയിലേക്ക്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച് കളകാം. Every step you are going to take from here should be carefully placed. Every step you are going to take from here should be carefully placed. ചെരുപ്പ് ലാഘവത്തോടെ നടക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നീ ഇനി മുതൽ എടുക്കുന്ന ഓരോ ചുവടും സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം, ലാഘവത്തോടെ അരുത്. മോശ ഒരു ഗോഡ് എക്സ്പീരിയൻസിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. എൻ്റെ ഗോഡ് എക്സ്പീരിയൻസിൽ നഗ്നപാദങ്ങൾ ആഴ്ന്നിറങ്ങി നിൽക്കുക. നിന്റെ ശരീരവും നിന്റെ ഗോഡ് എക്സ്പീരിയൻസും നിന്റെ ജീവിതവും എല്ലാം ദൈവത്തിൽ കേന്ദ്രീകൃതമായി സ്പർശനത്തോടെ നിലനിൽക്കുവാൻ സാധിക്കണം. രൂത്ത് 4:7-8 വാക്യങ്ങളിൽ ചെരുപ്പ് അഴിക്കുന്നതിനെക്കുറിച്ച് ചില പുതിയ നിയോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ പ്രക്രിയയെ സൂചിപ്പിക്കുന്നത്. ഇന്നു മുതൽ പുതിയ ബന്ധം. വിശുദ്ധ ഇടങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണല്ലോ പുരോഹിതർ. വേഷഭൂഷാദികൾ, ആടയാഭരണങ്ങൾ, ശ്രുതിലയ സംഗമങ്ങൾ, ഇതിൽ മനസ്സ് ലയിപ്പിക്കാതെ ഗോഡ് എക്സ്പീരിയൻസിൽ ആഴ്ന്നിറങ്ങുവാൻ, അത് ഫീൽ ചെയ്യുവാൻ ഒരു പുരോഹിതന് കഴിയണം. ഉപരി വിപ്ലവങ്ങളായ റീലുകളിൽ നിന്ന് ഫീലുകളിലേക്ക് നീങ്ങണം. ഗോഡ് എക്സ്പീരിയൻസ് ഒരു അനുഭവമായി തീരണം. അവർ ഗ്രൗണ്ട് മസ്റ്റ് ബി ഫെൽറ്റ്. നിൽക്കുന്ന ഇടത്തെ രുചിച്ചറിയുവാൻ സാധിക്കണം. കേരള മുഖ്യമന്ത്രിയായ ആദരണീയനായ ശ്രീ വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഒരു വൈദികനുണ്ട്. യേശുവിനെ നോക്കി തേജോമയമായ ജീവിതം നയിച്ച വൈദികൻ സമൂഹത്തിലെ ഒറ്റപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരുമായ ആദിവാസികൾക്കിടയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുകയും അവരുടെ മോചനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്ത ആ വിശുദ്ധ മനുഷ്യനെ മാവോയിസ്റ്റ് എന്ന് മുദ്രകുത്തി സർക്കാർ കാരാഗൃഹത്തിൽ അടച്ചു. ഒരു ഗ്ലാസ് വെള്ളം പോലും കൈകൊണ്ട് പിടിച്ചു കുടിക്കുവാനാകാത്ത വിധം രോഗിയും പരിക്ഷീണനുമായ അദ്ദേഹം 2021 ജൂലൈ മാസം 5-ാം തീയതി ജീവൻ വെടിഞ്ഞു. താപസശ്രേഷ്ഠനായ ഈ 84-കാരൻ്റെ മരണശേഷം ജയിലിലെ വസ്തുക്കൾ നീക്കം ചെയ്യുമ്പോൾ ജയിൽ അധികൃതർ അദ്ദേഹം എന്തോ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കടലാസ് കഷണം കിട്ടി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങളായിരുന്നു ആ കഷണത്തിൽ കുറിച്ചിരുന്നത്. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇത്രമേൽ കഠിനമായ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടും തൻ്റെ ജീവിത ദൗത്യം എന്താണെന്ന് ലോകത്തോടും ഭരണകൂടത്തോടും പറയുവാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ ദൈവത്തോടുള്ള നോട്ടമാണ് എന്ന് ലേഖനകർത്താവ് വിവരിക്കുന്നുണ്ട്. ഉപരി വിപ്ലവങ്ങളായ നിലപാടുകളിലല്ല, മറിച്ച് ഉൾക്കാമ്പുള്ള ജീവിതമുള്ള സന്ദേശങ്ങളെ നൽകുവാൻ സാധിക്കണം. ഫ്രം സർഫസ് ടു സബ്സ്റ്റൻസ്. മോശ തൻ്റെ നിസ്സാരതകളെയും തൻ്റെ പരിമിതികളെയും കുറിച്ച് പറയുമ്പോഴും ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നാണ് ദൈവം പറയുന്നത്. യഹ്വേ എന്ന ഹീബ്രു വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നീ നാളെ മുതൽ ബലവാനായി തീരും എന്നതല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് മൈ പ്രസൻസ് വിൽ ബി വിത്ത് യു എന്നതാണ്. യഹ്വേ അശേർ യഹ്വേ, ഐ വിൽ ബി വിത്ത് യു. നാളെ മുതൽ നിങ്ങളെ പൂർണ്ണരാക്കും ശക്തരാക്കും എന്നതല്ല, നാളെ മുതൽ എൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയിരിക്കും എന്ന അഷുറൻസാണ് ഈ നിയോഗ ശുശ്രൂഷകളുടെ ആകത്തുക. പ്രിയമുള്ള സഹോദരന്മാരെ,
ദൈവത്തിൻ്റെ ഈ ഉറപ്പാണ് ശുശ്രൂഷയിൽ നമ്മുടെ മൂലധനം. ദിസ് ഈസ് അവർ ഓൺലി ക്യാപിറ്റൽ ഇൻ അവർ മിനിസ്ട്രി. ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് മാത്രമാണ് നമ്മുടെ മൂലധനം. പരിധികൾ, പരിമിതികളാകാം, സാധ്യതകളാകാം, നഷ്ടങ്ങളാകാം, ചേർത്തു പിടിക്കലുകൾ ഉണ്ടാകാം, തള്ളിക്കളയലുകൾ ഉണ്ടാകാം, ശ്രദ്ധിക്കപ്പെടാം, ശ്രദ്ധിക്കാതെ ഇരിക്കാം. അനുകൂലമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ ധാരാളമായി ഉണ്ടാകാം. എന്നാൽ ഉൾക്കാമ്പുള്ള, ദൈവത്തിനു വേണ്ടി ജ്വലിക്കുന്ന, സ്വകീയതയിൽ നിന്ന് സ്വർഗീയതയിലേക്ക് ഉയരുന്ന ഉത്തമ ശമാശന്മാരായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.